ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിവരമാണ് ഇന്ന് ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഹരിക്കടത്ത് മാഫിയ തങ്ങളുടെ പ്രവൃത്തിക്കായി ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിൽ സമൂഹത്തിലെ വിവിധ ആളുകളെ, വിദ്യാർത്ഥികളെ ഇരയാക്കുന്ന വിവരങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. വിദ്യാർത്ഥികളെ വശീകരിച്ച് ലഹരി നൽകി, പണം നൽകി സ്വാധീനിച്ച് നിരവധി കാരിയേഴ്സായി ഉപയോഗിക്കുന്ന ലഹരി മാഫിയകളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവരുന്നത് മോഡലുകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത്. അതായത് മോഡലിംഗ് രംഗം സംസ്ഥാനത്ത് സജീവമാണ്. നിരവധി ഫാഷൻ ഷോകൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കാറുണ്ട് പല മേഖലകൾ കേന്ദ്രീകരിച്ച്. ഈ മോഡലുകളെ ഉപയോഗിച്ച് വിദേശത്തേക്കും മറ്റും നമ്മുടെ സംസ്ഥാനത്തടക്കം രാജ്യത്തിന്റെ വിവിധ മേഖലകളിലേക്കൊക്കെ ലഹരിക്കടത്ത് എന്ന് പറയുന്ന സുപ്രധാനമായ വിവരം പുറത്തു വരികയാണ്. അതിനുള്ള തെളിവുകളും ന്യൂസ് 18 പുറത്തുവിടുന്നു. അതായത് മോഡലുകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് സംസ്ഥാനം സജീവമെന്നാണ് വെളിപ്പെടുത്തൽ. വലിയ സ്വപ്നങ്ങളുമായി മോഡലിംഗ് രംഗത്തേക്ക് എത്തുന്ന യുവതി യുവാക്കളെ ചതിയിൽപ്പെടുത്തിയാണ് ലഹരി മാഫിയയുടെ നീക്കങ്ങൾ. അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ലഹരി കടത്തലിന് നിർബന്ധിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നെത്തിയ മാരക ലഹരി വസ്തുക്കൾ കാസർഗോഡ് വഴി കൊച്ചിയിലെ മോഡലിംഗ് രംഗത്തെത്തുന്നത് മോഡലിംഗ് രംഗത്തുള്ളവർ വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിട്ട് കാലങ്ങളേറെയായി. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഉദാഹരണം നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ പെൺകുട്ടികളടക്കം, മോഡലിംഗ് രംഗത്തുള്ള പെൺകുട്ടികളടക്കം ഈ ലഹരി മാഫിയ സംഘത്തിന്റെ പിടിയിലാകുന്നതാണ് കാണാൻ സാധിച്ചത്. സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും പോർവിളിച്ചും പരിഹസിച്ചും പരസ്യമായി തന്നെ ഇവർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ്, ഒപ്പം തന്നെ വിറ്റഴിക്കുകയാണ്. എങ്ങനെയാണ് മോഡലിംഗ് രംഗത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത്? ബാംഗ്ലൂരിൽ നിന്നായിരിക്കും കൂടുതലും ഡ്രഗ് ഇങ്ങോട്ട് എത്തുന്നത്. കാസർഗോഡ് വഴിയും അങ്ങനെയൊക്കെ എത്തുന്നത് ബാംഗ്ലൂർ വഴിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരാൾ മതി ക്യാൻസർ പോലെ പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു മോഡലിൻ്റെ ക്വാളിറ്റി നോക്കുക, ഇല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി നോക്കാതെ അവരെടുക്കുകയും പിന്നെ അതിലേക്ക് മറ്റുള്ള കുട്ടികളും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. നാണക്കേട് കൊണ്ട് ചിലപ്പോൾ അവർ പറയത്തില്ലായിരിക്കും. കാരണം അവർ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുകയും നല്ലൊരു ജോലിയായിട്ട് പോകുന്നതായിരിക്കും. ചെന്ന് ഇതേപോലെ പെട്ട കാര്യം അവർ പറയത്തില്ലായിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ല, വലിയൊരു മോഡലാവണം എന്ന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ അവരെ പേരൻസ് പിന്നെ അതിലോട്ട് വിടത്തില്ലായിരിക്കാം. അതാണ് പിന്നെ അവർ പുറത്ത് പറയാത്തത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതായത് ഇതേപോലെ ന്യൂഡ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഭീഷണിയാണ് കൂടുതലും മെയിൻ. അവർക്ക് പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ്. നമ്മളിപ്പോൾ ഒരു ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിൽ 10-30,000 രൂപ ഒരു മാസം കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനം ആയിക്കൊണ്ട് തന്നെ അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കും, പെട്ടെന്ന് കിട്ടുന്ന പൈസ ആയതുകൊണ്ട്. അതായത് എങ്ങനെയാണ്, അതായത് ഉദ്ദേശിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ വിറ്റഴിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതാണ്. കാരണം അവർ ആഡംബര ജീവിതം നയിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ലഹരി വസ്തുക്കൾ വിറ്റഴിച്ചാലേ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ മിഥുനോട് നടത്തിയ വെളിപ്പെടുത്തൽ. അതാണ് വൻ ഓഫറുകൾ നൽകിയാണ് മോഡലിംഗ് കമ്പനികൾ യുവതി യുവാക്കളെ ചതിയിൽപ്പെടുത്തുന്നത്. ലഹരി ഇടപാടുകൾ തിരിച്ചറിയുമ്പോഴേക്കും പലർക്കും പിന്നീട് ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം പിടിയിലായി കഴിയും. മോഡലിംഗ് രംഗത്തേക്കുള്ള തലമുറയുടെ താല്പര്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരിക്കലും തുടക്കത്തിൽ ആരും പറയത്തില്ല. കാരണം തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ മിക്കുള്ള കുട്ടികൾ എത്തിക്സ് ഉള്ള ഒരു കുട്ടികളാണെങ്കിൽ ഒരിക്കലും അത് ചൂസ് ചെയ്യത്തില്ല. കാലാകാലങ്ങളായി, സാർ പറഞ്ഞ പോലെ തന്നെ കാലാകാലങ്ങളായിട്ട് ആയിരിക്കും ഇത് പറയുന്നത്. കാരണം ഇപ്പം ഒരാൾക്ക് മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ഇവിടെ ആഗ്രഹത്തിനെടുത്ത് കച്ചവടമാക്കും അവർ. എങ്ങനെയൊക്കെ ഒരാളെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ലഹരി മാഫിയ സംഘത്തിൽ ഇട്ടുകൊടുത്തത്, ഇല്ലെങ്കിൽ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഈ കുട്ടിയെ അങ്ങ് ഇട്ടുകൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഈ കുട്ടിക്ക് നല്ല ഓഫർ കൊടുക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം നൽകി സെക്ഷലി അബ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും പിന്നീട് പോകുന്നത്. ഈ മോഡലിംഗ് സ്ഥാപനം, അതിന്റെ ഉടമ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കൃത്യമായി അറിയാമല്ലോ. അറിയാം. പ്രത്യേക ഏജന്റുമുണ്ട്. ഇതൊക്കെ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വേണ്ടി കൃത്യമായി അതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നു. അതെ, അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈ മോഡൽ നമ്മളോട് നടത്തി, MG മിഥുനോട് നടത്തി. മിഥുൻ തന്നെ ചേരുന്നുണ്ട്. മിഥുൻ, ഈ